അടി നടക്കുമല്ലോ. മീനിന്റെ തീറ്റ കൊടുക്കാൻ വന്ന. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബാച്ചസ് ഫിഷിംഗ് കിടക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ കടൽ ഫിഷിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല. കടലിൽ പോയി നമ്മൾ കുറച്ച് ഫിഷിംഗ് ചെയ്യാനുള്ള പരിപാടിയായിട്ട് പോകാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നോക്കുന്നു. സബ്സ്ക്രൈബ് ഇപ്പൊ തന്നെ ചെയ്യുക. കൂടുതൽ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ നല്ല വെറൈറ്റി അടിപൊളി കിടുക്കം വീഡിയോ ആയിട്ടാണ് എല്ലാ ആഴ്ചയും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളുക. അപ്പോൾ നേരെ നമുക്ക് കടലിൽ പോയി ചെന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ സ്പോട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കാലിച്ചായ കുടിച്ചിട്ട് പോകുന്ന കഴിച്ച് എല്ലാവരും കടയിൽ വന്ന് ഞങ്ങൾ ഒരു ചായയൊക്കെ അടിക്കണം. അപ്പോൾ ചായ എല്ലാം അടിച്ച് ഞങ്ങൾ നേരെ സ്പോട്ട് പിടിക്കും. ഗൈസ് അപ്പോൾ നമ്മൾ അഴീക്കലെത്തിയേ കഴിക്കാനോ കേട്ടോ. പൊറോട്ടയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഒരു മുട്ട പോകട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിത് സ്പോട്ടിലെത്തി കേട്ടോ. നമ്മൾ നേരെ മുട്ടയിലോട്ട് കയറുന്ന ഇതാണ് കാണുന്നത് കേട്ടോ. ഗൈസ് അപ്പോൾ ഞങ്ങൾ അംഗത്തിനിറങ്ങി. ആഹാ, മൈഷേട്ടൻ പണിയെടുക്കുന്നത്. മൈഷേട്ടൻ ആദ്യമായിട്ടാ മൈഷേട്ടൻ ഒരു വെയിറ്റ് ഉള്ള സാധനം ഞാൻ ചുമക്കുന്ന കാണുന്നല്ലേ. വലിയ മരപ്പണിക്കാരനാ. കണ്ടോ കൊണ്ടുപോകുന്നുണ്ടോ? മരുത്തോമലൊക്കെ കൊണ്ടുപോകുന്നത്. മനുഷ്യൻ ഞങ്ങളൊരു ടാസ്ക് കൊടുത്തേക്കുവാണ്. ഇത് മുട്ടിന്റെ അങ്ങേയറ്റം വരെ ചുമക്കണം. ചുമന്ന് അവിടെ എന്നാ മൈഷേട്ടന് ഞങ്ങൾ ചൂണ്ടുള്ള അവസരം കൊടുക്കുന്നതായിരിക്കും. അങ്ങോട്ട് ചുമക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചുമക്കണം. അതെ, ആ മൈഷേട്ടൻ പറഞ്ഞാൽ മരത്തിന്റെ മേളിൽ കയറി തള്ളി തലയിടുന്ന ആളാ. പിള്ളകളി എന്ന് തന്നെയാണോ വിചാരിച്ചേ? കടലൊക്കെ നല്ല സെറ്റായിട്ട് കിടക്കുന്നു കേട്ടോ. നമ്മള് നേരെ മുട്ടയിലോട്ട് എൻട്രി ആവുന്നു. പൈസപ്പത്തേ നമ്മള് സ്പോട്ടിലെത്തി. നല്ല കടല് നല്ല ഇറക്കത്തിലാട്ടോ. ഇപ്പൊ നല്ല ഇറക്കമാണ്. ഇറക്കം ടൈമിൽ മീൻ അടിക്കുന്ന നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് നേരെ സ്പോട്ടിലോട്ട് പോകാം. ചെന്ന് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യണം. ചുമടോട് ചുമടാ കേട്ടോ. വയസ്സപ്പതേ ബോട്ട് കണ്ടോ? കടലിൽ പോയിട്ട് തിരിച്ചു കയറുന്ന കണ്ടോ? അടിപൊളി കാഴ്ചയൊക്കെ കേട്ടോ. നല്ല വൈബ്. ഇവിടെ നോക്കുമ്പോ കറണ്ട് പാലം കണ്ടോ? അഴീക്കൽ പാലം. പാലത്ത് ഞങ്ങൾ വന്നു. അത് കാഴ്ച കണ്ടോ? ഞങ്ങള് ചെമ്മീൻ കുറക്കുന്നുണ്ടോ? കുളത്തില് ഈ ഒരു രീതിയിലോട്ടോ ചെമ്മീൻ കുറക്കാൻ. തൊടുത്ത് വിട്. ഓ, നല്ല വലിയ തിര അടിച്ച് പോകുന്നുണ്ടോ? നല്ല തിരയാണ് വരുന്നത്. മൂന്ന് പേരും റെഡി ആയിട്ടോ നിൽക്കാണ്ട് സ്ഥിരമായിട്ടൊക്കെ അടിച്ചു കേട്ടോ. ആ അടി കിട്ടുക്കൻ സാധനമായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. അടി സക്കേ കയറിപ്പോട്ടെ. ആ സ്ഥിരമായിട്ട് ഒരെണ്ണം അടിച്ച് കയറിയിട്ടുണ്ട്. കാണിച്ചേ ഒരു കുട്ടൻ കടിച്ചിട്ടുണ്ട്. കുട്ടൻ തകർത്ത്. ആ ഇപ്പൊ കയറി മീൻ കണ്ടത് കണ്ടോ? ഞാൻ പഠിച്ച് കയറ്റിയത് എടുക്ക. ഇതിലും വലുത് പിടിക്കും. വലുത് വരട്ടെ. ആ ഇവിടെ കണ്ണൻ ഒരു മീൻ അടിച്ച് കയറി വരുന്നുണ്ട്. അടി സെറ്റ്. ആ കയറിപ്പറട്ടെ. കളയല്ലേ പൊക്ക്. ആ ഇങ്ങനെ പൊക്കി പിടിച്ചേ. ആ കാരണം ഫസ്റ്റ് ടൈം ആയിട്ട് കടൽ ഫിഷിംഗ് വരുന്നുണ്ട്. മീൻ പിടിച്ച് സന്തോഷമായില്ലേ? പിന്നെ സ്ഥിരമായിട്ട് മിന്നും പ്രകടനം. അടുത്ത മീൻ എണ്ണം പറഞ്ഞ് മീൻ പിടിക്കുകയാണ് നമ്മുടെ ശ്രീരാജ്. എറണാകുളത്തുനിന്നും വന്ന് കുട്ടം പിടിക്കാൻ. ചൊട്ടയായി പോയി. സാരമില്ല, പെട്ടിയിലിട്ടോ. അതെ സാരമില്ല, സൈസ് നോക്കണ്ട, പെട്ടിയിലിട്ടോ വറക്കാം. മുച്ചടിക്കണമെങ്കിൽ ചൂണ്ടിടണം. കുറച്ചു നേരം ആയാലും ഇവിടെ തീറ്റ സെറ്റ് ചെയ്യുന്നത് നടക്കുമല്ലോ. മീനിന്റെ തീറ്റ കൊടുക്കാൻ വന്ന. ആ അപ്പൊ ഇവിടെ അന്നദാനം കിട്ടും. അന്നദാന ചടങ്ങ്.
ഗായ്സ് അവിടെ കണ്ടോ വള്ളത്തിൽ അവർ ഞണ്ടിനെ പിടിക്കുവാണോ എന്ന് അറിയത്തില്ല, എന്താ സംഭവം വലയിടുവാണോ എന്നൊന്നും അറിയില്ല. ഉണ്ടോ തട്ടുന്നുണ്ടോ? സ്ഥിരമായിട്ടൊക്കെ അപ്പോൾ തട്ട് കിട്ടിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് അടുത്ത മീൻ അടിച്ച് കയറ്റിക്കൊണ്ടിരുന്നുണ്ട് കേട്ടോ. ഓ കുരിയ കുട്ടൻ 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 അവത് അടുത്ത തവണ കയറിയിട്ടുണ്ട്. മനസ്സിലേ ചൊട്ടാപ്പിയാണോ? വലുത് പിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ചൊട്ട വേണ്ട നമുക്ക് കേട്ടോ. ആ അപ്പോൾ മൈഷാണ് അടുത്തൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. കയറി പോട്ടെ. ആ ഒരെണ്ണം കയറി വരുന്നുണ്ട്. കുട്ടൻ കോരയായിരിക്കും, ചെറിയ സൈസ് കുട്ടനാണ് ഇപ്പം അടിച്ച് വരുന്നത്. ആ അതെ ചെറിയ മൈഷാൻ്റെ പക്കറ്റ് മീനാണോ? ചെറിയൊരു കുട്ടൻ. ഓക്കെ. അവിടെ ഭയങ്കര ഷോക്കാണ്, അതുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് മൂവ് ചെയ്യുക കേട്ടോ. കുട്ടിൻ്റെ കുറച്ചും കൂടെ എൻഡിലോട്ട് പോയിട്ട് നോക്കാമെന്ന് ട്രൈ ചെയ്യാന്നുള്ള പരിപാടിയിലാണ്. അവിടെ പോയാലും വല്ല അടിക്കുമെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. ഞങ്ങളെല്ലാവരും ചൂണ്ടായിട്ട് വൈകിട്ടൊക്കെ അങ്ങ് ചെന്നിട്ടുണ്ട്. കുറേ നടക്കും കേട്ടോ. ഉണ്ടോ വെള്ളമൊക്കെ ആയിട്ട് ഞങ്ങൾ നടന്ന് ചെന്നുകൊണ്ടിരിക്കുക കേട്ടോ. സ്പോട്ടിൽ ചെന്നിട്ട് കാണാം. ആ സീരായിട്ടൊക്കെ അവിടെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ മീനുണ്ടോ? എന്തുവാണോ മീൻ കളയുവാണോ അവിടെ ഇരുന്നുണ്ട്? രണ്ട് മീൻ ആ കളഞ്ഞ് ഉണ്ടോ? രണ്ടെണ്ണം കിട്ടി, പക്ഷെ ഒരെണ്ണം കളഞ്ഞ് നശിപ്പിച്ച് ഒരെണ്ണം കയറ്റി. ആ ഓ രണ്ടെണ്ണം പിന്നെ രണ്ടെണ്ണം തന്നെ. ആ അത് കണ്ടോ, നേരത്തെ രണ്ടെണ്ണം പിടിച്ച് ഒരെണ്ണം കളഞ്ഞ്, ഇത്തവണ പകരം വീട്ടി അടി തെറ്റേ. മജീഷേട്ടൻ മാജിക് എന്നോട് നടക്കുന്നത് കേട്ടോ. അടുത്തത് കിട്ടി പിടിച്ചു. തെര മൈഷേട്ടനോടൊന്ന് മീൻ പിടിക്കുന്നു. നോക്കി ചിരി. എന്നാ എന്റെ പെട്ടിക്കകത്തേക്ക് ചൂണ്ടോന്ന്? അത് തീർന്നോ? രണ്ടെണ്ണം. ആ രണ്ട് മീൻ കയറ്റി. ആ ഒക്കെ പിടിച്ചേ. തകർത്ത് 2 മീനെ അവിടെ അടിച്ച് കയറ്റി കേട്ടോ. അടിപൊളി. ഗൈസ് അപ്പോഴത്തേക്കുണ്ടോ ഞങ്ങളുടെ കടൽ ഫിഷിങ്ങിൻ്റെ ഉച്ചയായി. ഞങ്ങളെല്ലാവരും ഊണ് കഴിക്കാൻ വേണ്ടി പോകട്ടോ. ഞങ്ങൾ രണ്ടുപേരും നേരത്തെ പോയി കഴിച്ച് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. മജീഷ് ചേട്ടനും ശ്രീരാജേട്ടയും കൂടെ ഒന്ന് ഊണ് കഴിക്കാം. മീൻ വറുത്തതും നല്ല അടിപൊളി മീൻ കറിയൊക്കെ ഉണ്ട്. സൂപ്പർ ഊണാണോ? ഞങ്ങൾ സൂപ്പർ നല്ല ഊണാണ്. നല്ല ഊണല്ലേ? അതെന്നറിയോ, നല്ല വിശപ്പുണ്ട്. നല്ല വിശപ്പുള്ളതുകൊണ്ടേ. ചെമ്മീൻ ഇവിടെ ഉള്ളു കേട്ടോ. ചെമ്മീൻ നമ്മൾ ഐസ് പെട്ടിക്കകത്താക്കി സേഫാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ കിടക്കുന്നുണ്ടോ? ഇത് നമുക്ക് കുറച്ച് ചെമ്മീൻ എടുക്കാം. ചെമ്മീൻ ഇവിടെയൊക്കെ വരുമ്പോഴത്തേന് ഞങ്ങൾ ഇത്ര മേടിച്ചത് 2 കിലോ മിച്ചാൽ ഞങ്ങൾ മേടിച്ചത് വെറും 100 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടോ. ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ നമുക്ക് 100 രൂപയ്ക്കൊക്കെ ചെമ്മീൻ ഉണ്ടോ. ഇത്ര എടുത്തിട്ടുണ്ട്. നമ്മൾ പോയിടാം. ഗൈസ് നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓ ദേ ഗൈസ് നമ്മുടെ മീൻ ഊരിപ്പോയി. ഇതേ പാറക്കിടക്ക് കിടപ്പുണ്ട് ഗൈസ്. ദേ ചെറിയൊരു കുട്ടൻ കേട്ടോ. നമ്മൾ നേരെ ഐസ് പെട്ടിക്കകത്തോട്ട് പൊട്ടണം. ഐസ് പെട്ടി ഇത്ര മീൻ കിട്ടിപ്പോ. നമ്മളെ ഫിഷിങ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. നമ്മളെ മീൻ അത്യാവശ്യം മീനെ കിട്ടിയത്. സ്ഥിരമായിട്ട് അവിടെ നിന്ന് ചിമ്പ് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. 1-2 സ്ട്രൈക്കേ കിട്ടിയുള്ളൂ. മീനായിട്ടൊന്നും കയറി ഒന്നുമില്ല.
മൊത്തം ഷോക്കായതുകൊണ്ട് ഞങ്ങൾ ഫിഷിങ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സാധനം എല്ലാം എവിടെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അതിന് മീനെ കാണിച്ചു തരാം. മീനെ നമുക്ക് കാണാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കുറേ കുട്ടൻകോരയാണ് മെയിനായിട്ടും കിട്ടിയത്. വെറൈറ്റി എന്ന് പറയാനായിട്ടൊന്നും കിട്ടിയില്ല. മെയിനായിട്ട് കുറേ കുട്ടൻകോരയെല്ലാം കിട്ടി. അപ്പോൾ ഞാൻ നിങ്ങളെ മീൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ശ്രീയേട്ടൻ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രൈക്ക് കിട്ടിയുള്ളതെന്ന് പറഞ്ഞിങ്ങ് മാറിയേ അവിടെ നിന്ന് ഒരു കിടുക്കം മുതൽ അങ്ങ് തൂക്കി കേട്ടോ. പുതിയ റീല്. എന്തായാലും തകർത്ത്. രാവിലെ ചോദിച്ചോളൂ ഒരു ചൊട്ട മാത്രമേ ഉള്ളൂ എന്ന്. ഫിഷിംഗ് അതിൻ്റെ പേര് കിട്ടുന്ന മീൻ കണ്ടോ? ഇതൊരു ഉണ്ടോ നല്ല കിടക്കനൊരു ബോക്സ് നിറച്ചും കുട്ടൻകോര. അതിൽ ഈ ഒരു ഒറ്റ വറ്റയുണ്ട്. ബാക്കി മൊത്തം കുട്ടൻകോര കേട്ടോ. അപ്പോൾ മീനെല്ലാം കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഫിഷിംഗ് നടത്തി എല്ലാവരും ഇനി പാക്കപ്പ് ചെയ്ത് പോകാനുള്ള പരിപാടിയിലാട്ടോ. അപ്പം ഇതുപോലെ കിടുക്കം വീഡിയോ കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാലേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ കിടുക്കം വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.